ബസ് കൊണ്ട് വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ആന്റി വേഗം വാ, ദേ ബാബ ബസ് കൊണ്ട് വരുന്നുണ്ട്. ചിറ്റപ്പനായിരുന്നോ? എന്താ വെച്ചു? എന്താ തുള്ളിച്ചാടുന്നു? ഫോണടി കേട്ടപ്പോ ഞാൻ കരുതി മാമൻ ബസ് കൊണ്ട് വരുന്നതാണെന്ന്. ഗോപുളിയും ബസ്സും കൊണ്ട് പുറകെ വരുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും മധുരം വാങ്ങാൻ പോയതാ. ആ അതെ വരുന്നുണ്ട്. ഞാൻ ഈ ജീപ്പ് മാറ്റിയിടട്ടെ. ഹായ്, നമ്മുടെ പുതിയ ബസ്. ആന്റി ഓടി വാ. ബസ് അത്ര പുതിയതൊന്നല്ല വെച്ചു, എന്നൊരു നല്ല കണ്ടീഷനുള്ള എഞ്ചിനാ. മംഗലാപുരത്ത് എന്റെ ഫ്രണ്ട് ഗണേശൻ വഴി കിട്ടിയതാ. നല്ല സ്വയംഭം ബസ്. എന്താ അവന്റെ തലയെടുപ്പ്! നോക്കിയേ, വരണ വരവ് കണ്ടിട്ട്. ഓഹോ മോനെ വിച്ചു, നമ്മുടെ പുതിയ ബസ് എങ്ങനെയുണ്ട്? ഹായ് ഹായ്. ഹായ്, നല്ല ബസ്. മോനെ വിച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ ബസ്? ആന്റിയും അമ്മായിയും എല്ലാരെയും വിളിക്കി. മോളെ മണിക്കുട്ടി, ബസ്സിൽ നിന്ന് ഇറങ്ങ്, സ്ഥലമെത്തി. മണിക്കുട്ടിയാണോ ബസ് ഓടിച്ച് ഇവിടെ വരെ എത്തിച്ചത്? എന്തായാലും കൊള്ളാം, നിന്നെ സമ്മതിച്ചു മണിക്കുട്ടി. ഇതൊക്കെ എന്ത്? അച്ഛൻ എന്നെ വിമാനം വരെ ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കോട്ടപ്പുറം FM സർവീസ്. നല്ല തലയെടുപ്പുണ്ട്. ചിറ്റപ്പൻ പറഞ്ഞത് ശരിയാ, നല്ല ബസ്. മാമ, ഈ ബസ്സിന് നമുക്കൊരു ട്രിപ്പ് പോയാലോ? ഞാൻ ബസ്സിൽ കയറട്ടെ? അതിനെന്താ മോനെ, നീ കേറ്. ഇനി മുതൽ ഈ ബസ്സിലല്ലേ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നേ. ഇനി മുതൽ ഈ 5-ാം കല്ലിൽ ഒരാളും നടന്നു പോകേണ്ടി വരരുത്. എല്ലാരും ബസ്സിലാ സുഖയാത്ര. അമ്മായിനെ അമ്മാനെ എല്ലാരെയും വിളിക്കും മോനെ, നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോവാം. ഓ മനുഷ്യ, നിങ്ങൾ പറഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി ബസ് വാങ്ങിയല്ലോ. മാറി നിൽക്കാൻ അങ്ങോട്ട്, ഞാൻ കയറട്ടെ? പുറകെ കൂടെ പോയി കേറടി. അമ്മാളു, റൂബി, എല്ലാരും വാ. നമ്മളെ ബസ് വന്ന് കാണ്. ഈ പിള്ളേരൊക്കെ എവിടെ? ഞങ്ങൾ ഇവിടെ ഉണ്ട് അച്ഛാ. അമ്മാളുടെ വിളിക്കും മോളെ, പുറകെ കൂടെ കേറിക്കോ. നമ്മുടെ ബസ്സിൽ ആദ്യത്തെ ട്രിപ്പാ. വേഗം കേറ്, വാ മോളു വാ. നമ്മളെ ബസ് ഇഷ്ടായോ മോളെ? പിന്നെ അല്ലാതെ, നല്ല അടിപൊളി ബസ്. കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ബസ്സാ. മണിക്കുട്ടി, ഇനി ഞാൻ ഓടിക്കട്ടെ ബസ്? അത് വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. എന്താ മോളെ സ്റ്റാർട്ടാവാത്തെ? ഇത് ബസ്സിന് നല്ല പഴക്കമുണ്ടല്ലോ. ഓ, കാലൊക്കെ പൊള്ളുന്നു. അതൊക്കെ കൊണ്ടുപോ മോളെ, ആക്സിലേക്ക് ഓരി പോകുന്നാ തോന്നുന്നേ. ഓ, ഇവള് ഇങ്ങനെ ഓടിച്ച ബസ്സിന്റെ പകുതി നിലത്തോരി പോകും. ഈ റോട്ടിൽ നിന്ന് പറക്കിയെടുക്കണ പതുക്കെ പതുക്കെ. ഓ, എനിക്ക് പേടിയായിട്ട് പാടില്ല. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ബസ്സാ, ഇത്തിരി പഴക്കമുള്ളതാ. പതുക്കെ പോ മോളെ. റോഡ് കൊള്ളാഞ്ഞിട്ടാ മാമ, ഞാനൊന്നും ചെയ്തില്ല. ഇതെന്താ ഇത്? എന്താ മോളെ വണ്ടി നിന്നത്? സ്റ്റാർട്ടാവുന്നില്ലേ? ഓ, എന്റെ ദൈവമേ, ഇത് റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേഗം വീട്ടിലേക്ക് വിട്, ഇപ്പൊ തന്നെ നടുകണ്ടിക്കാറായി. അയ്യോ, എല്ലാരും ഇറങ്ങിക്കോ. മാമൻ പറഞ്ഞത് ശരിയാ, ഇത് കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചത് തന്നെയാ. നല്ല പഴക്കമുണ്ട്. എന്റെ കയ്യിലൊക്കെ കുറെ തുരുമ്പ് കേറിയതാ തോന്നുന്നേ. ഇത് എന്തൊരു പാട്ടാണ്ടിയാ. എന്നാലും സാരില്ല, നമുക്ക് സ്വന്തമായിട്ടൊരു ബസ്സായല്ലോ. അത് ശരിയാ, അത് നമുക്ക് ആഘോഷിക്കാം. അതിന് എല്ലാവർക്കും മധുരം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ കരുണൻ ചിറ്റപ്പൻ. താ നോക്കിയേ, ഈ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാവർക്കും പൊട്ടിച്ച് കൊടുക്കാണ്ടി. ഇന്ന് നമുക്ക് പുതിയ ബസ് കിട്ടിയ ദിവസാ. നാളെ മുതൽ നമ്മുടെ 5-ാം കല്ലിൽ ഈ ബസ് ചീറിപ്പായും. നമുക്ക് ഈ ബസ്സിനൊരു പേരിടണ്ടേ അമ്മാളു? ബിച്ചു തന്നെ പറ നല്ല പേര്. അതിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരു പേര് ഇതിന് ചേരുള്ളൂ. ബിച്ചു ട്രാൻസ്പോർട്ട് കമ്പനി. എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഈ പറക്കുംതളികൾക്ക് നിന്റെ പേരിടുന്നത് തന്നെയാ നല്ലത്. പറക്കുംതളികയോ മോളെ? ഇത് കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ബസ്സാ. മോനെ ബിച്ചു, നീ പറഞ്ഞ പേര് തന്നെ മതി. ബിച്ചു ട്രാൻസ്പോർട്ട്. നല്ല വെയിറ്റ് ഉണ്ട്.